സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG ജ്യോതിർഘോഷാണ്. സർ നമസ്കാരം. സാർ നമസ്കാരം. സാർ, ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത, മമതാ ബാനർജിയുടെ പാർട്ടി, പശ്ചിമ ബംഗാളിലുള്ള തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി അവർ തന്നെ പിരിച്ചുവിട്ടു, അവരുടെ പോഷക സംഘടനകൾ വരെ അവർ തന്നെ പിരിച്ചുവിട്ടു എന്ന് കേൾക്കുന്നു. സർ, ബംഗാളിൽ ഉണ്ടായ ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ പരിസമാപ്തി എത്തിയിരിക്കുന്നു. അവർക്ക് 80ഓളം MLA ഇപ്പോൾ തന്നെ ഉണ്ട്. ആ പാർട്ടിക്കുള്ളിൽ കടുത്ത ഭിന്നത ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. സാർ, ബംഗാൾ രാഷ്ട്രീയത്തിൽ ഇതെന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ബംഗാൾ രാഷ്ട്രീയത്തിൽ ഒരേ സമയം ഒരു തനിയാവർത്തനവും അതേസമയം ഒരു പുതിയ രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ കൂട്ടായ്മയുടെയോ അതല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയത്തിന്റെ ആവിർഭാവവുമാണ് നമ്മൾ കാണുന്നത്. കാരണം ഈ തുടർച്ചയെന്ന് പറയുന്നത്, അതല്ല തനിയാവർത്തനം എന്ന് പറയുന്നത്, 2011 മമതാ ബാനർജി അധികാരത്തിൽ വരുമ്പോഴത്തേക്ക് CPM അതുവരെ 3 പതിറ്റാണ്ട് CPM അവിടെ ഭരിക്കുകയായിരുന്നു. നേരെ 2011 ആ CPM അണികൾ തന്നെയാണ് നേരെ തൃണമൂൽ കോൺഗ്രസിലേക്ക് വരികയും പിന്നെ അത് കഴിഞ്ഞ ഒരു 3 ടേം, അതായത് 15 വർഷത്തോളം മമതാ ബാനർജി ബംഗാൾ ഭരിക്കുകയും ഇപ്പോ 2011 വെറും 4% മാത്രമായിരുന്നു BJPക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു വോട്ട് ഷെയർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഓരോ തെരഞ്ഞെടുപ്പിനും 10%, 15% വെച്ചിട്ടുള്ള വർധനയിൽ ഇപ്പോ BJP അവിടെ വൻ ഭൂരിപക്ഷത്തോടു കൂടി ഭരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അതോടെ അതിനെ തുടർന്ന് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന CPM-ൽ നിന്ന് എങ്ങനെയാണോ തൃണമൂലിലേക്ക് പോയത്, അതേപോലെ തന്നെ തൃണമൂലിൽ തന്നെ നല്ലൊരു ശതമാനം ആൾക്കാർ മറ്റു പാർട്ടികളെ പോലെ, പണ്ട് CPM-ൽ നിന്ന് തൃണമൂലിലേക്ക് പോയതുപോലെയല്ല, മറിച്ച് അവിടെ ഒരു ധ്രുവീകരണം ഇപ്രാവശ്യം ഉണ്ടായി. അത് ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റത്തിനെതിരെയുള്ള ധ്രുവീകരണമുണ്ട്. അതോടൊപ്പം തന്നെ വർഗീയമായ ഒരു ധ്രുവീകരണമുണ്ട്. ഒരു ഹൈന്ദവ രാഷ്ട്രീയത്തിന്റെ ഒരു ആവിർഭാവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ധ്രുവീകരണമാണ് ഇപ്പൊ ബംഗാൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഈ ആ ഒരു തനിയാവർത്തനമാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു മാറ്റം എന്ന് പറയുന്നത്, ഈ മമതയുടെ ഒരു വലിയ ബേസ് എന്ന് പറയുന്ന സംഗതി അവിടുത്തെ മുസ്ലിം വോട്ടേഴ്സും സ്ത്രീകളുമായിരുന്നു. അതിൽ സ്ത്രീകൾ ഏതാണ്ട് നല്ലൊരു ശതമാനം BJP-യിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ഈ അവശേഷിക്കുന്ന മുസ്ലിം വോട്ടർമാരാണ്. അതിൽ നല്ലൊരു ശതമാനം ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്നിട്ടുള്ള, അതല്ലെങ്കിൽ ഇങ്ങോട്ട് അതിർത്തി കടന്നു വന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട്. അത് അവിടെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. മമതയാണ് ഈ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയിട്ടുള്ളവരുടെ ഒരു നേതാവ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ 2800 കിലോമീറ്ററാണ് ബംഗാളും വെസ്റ്റ് ബംഗാളും ബംഗ്ലാദേശും തമ്മിൽ അതിർത്തി പങ്കിടുന്നത്. അതിൽ 800 കിലോമീറ്റർ സ്ഥലത്ത് വേലി കെട്ടുന്നതിനൊക്കെയുള്ള തടസ്സം സൃഷ്ടിച്ചതൊക്കെ മമത എല്ലാവർക്കും അറിയാമോ. ഇപ്പൊ അത് മാറിയിട്ട് ഇപ്പൊ ബംഗ്ലാദേശിൽ നിന്നുള്ള കൂട്ടത്തോടെ ബംഗ്ലാദേശിലേക്കുള്ള പലായന ഒരു ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ജില്ലകളിലും ഹോൾഡിംഗ് സെന്റേഴ്സ്, അതായത് ഈ ഇന്ത്യക്കാരല്ലാത്തവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ താമസിപ്പിക്കാനുള്ള സംഗതികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആ ഒരു രാഷ്ട്രീയം നടക്കുന്നു. ഇതിന് ഒരു ക്രമേണ ഈ ഒരു സംഗതിക്ക് ഒരു രാഷ്ട്രീയ മുഖവും ഒരു മതത്തിന്റെ മുഖവും കൂടെ വരുന്നുണ്ട്. അപ്പൊ അതാണ് ഈ സുവേന്ദു അധികാരിയുടെ ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് ഇറക്കിയ ഒരു ഉത്തരവുണ്ടായിരുന്നു. റോഡുകളിൽ നിസ്കാരം പാടില്ല, അതേപോലെ കയ്യേറ്റങ്ങൾ പാടില്ല. ഇതൊക്കെ ഒരു മുസ്ലിം ഏകീകരണത്തിന് വളരെയധികം ഒരു ഇടം നൽകുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം ഈ ബംഗാളിലെ ജനസംഖ്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു നേർപകുതിയോളം ഇങ്ങനെ ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. 2011 സെൻസസ് പ്രകാരം വെസ്റ്റ് ബംഗാളിൽ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലെ 27% അവിടുത്തെ മുസ്ലിംസ്. അപ്പൊ അതിപ്പം എല്ലാവരും പറയുന്നത് ഇപ്പൊ ഒരു 35% മുസ്ലിം ജനസംഖ്യ അവിടെ വളർന്നിട്ടുണ്ടാവും. ഈ മുസ്ലിം ജനസംഖ്യയിൽ ഭൂരിഭാഗം അതല്ലെങ്കിൽ വളരെ നാമമാത്രമായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ BJP-യുടെ ഒപ്പം നിൽക്കുന്നത്. അത് തന്നെ ഉണ്ടാവും സംശയം. അപ്പൊ ഈ രീതിയിലൊരു ധ്രുവീകരണം വെസ്റ്റ് ബംഗാൾ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് മമതാ ബാനർജി
ഈ പറഞ്ഞതുപോലെ പാർട്ടി കാരണം പാർട്ടി ഇനി പിരിച്ചുവിടാനൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അവരെത്തി. അതെ അതെ കാര്യം അതെ ആദ്യം 80 എം എൽ എമാരുള്ളതിൽ ആദ്യം മീറ്റിംഗ് വിളിച്ചപ്പോൾ അതിൽ 20 പേര് മാത്രമേ പങ്കെടുത്തുള്ളൂ. പിന്നെ അതെ 20 പേരിൽ പിന്നെ വീണ്ടും വിളിച്ച സമയത്ത് അത് 8 പേര് മാത്രമായി പങ്കെടുത്തു. അതെ അതെ അതേപോലെ തന്നെ മമതാ ബാനർജി പ്രതിപക്ഷ നേതാവിനെ നോമിനേറ്റ് ചെയ്ത ശോഭൻ ദേവ് മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല എന്നുള്ള അവസ്ഥ വന്നു. ആ സമയത്താണ് ഈ 2 MLA-മാരെ മമതാ ബാനർജി സസ്പെൻഡ് ചെയ്യുന്നത്. അതിലൊരാള് ഋതുപ്രത ബാനർജിയാണ്. അപ്പൊ ഋതുപ്രത അതെ ബാനർജിയുടെ നേതൃത്വത്തിൽ ഇപ്പൊ യഥാർത്ഥ പ്രതിപക്ഷം തങ്ങളാണ്, അതെ യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് തങ്ങളാണ് എന്ന അവകാശവാദവുമായിട്ടാണ് ഈ ഋതുപ്രത ബാനർജി 50-ലേറെ പേരുടെ അതെ MLA-മാരുടെ പിന്തുണയുമായിട്ട് ഇപ്പോ അവിടെ രംഗപ്രവേശിച്ചിരിക്കുന്നത്. പക്ഷെ അതെ അതുപോലും ആ തൃണമൂൽ കോൺഗ്രസ് എന്ന രൂപത്തിൽ അത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. കാരണം എന്ന് വെച്ചാല് അത് ആ ഒരു തൃണമൂൽ കോൺഗ്രസിന് പ്രതാപ് ബാനർജിയുടെ നേതൃത്വത്തിലാണെങ്കിൽ പോലും അതിന് എത്രമാത്രം ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും എന്നനുസരിച്ചിരിക്കും. അപ്പൊ അവിടെ അതുപോലെ തന്നെ ഒറ്റയ്ക്കുള്ള ഇവരുടെ മുസ്ലിം ഈ സെക്യുലർ സ്വഭാവമുള്ള ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അത്തരം പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള ഒരു കൂട്ടായ്മ എങ്ങനെയാണോ രൂപപ്പെടുന്നത് ആ രീതിയിലായിരിക്കും അവിടെ പ്രതിപക്ഷം ഉണ്ടാകാൻ പോകുന്നത്. ഒരു പ്രതിപക്ഷം ഈ മുസ്ലിം ജനതയ്ക്ക് കൊള്ളാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷം അവിടെ ഉണ്ടാകും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിന് ഒരു സെക്യുലർ സ്വഭാവമുള്ള ഒരു പാർട്ടിയായിട്ട് ഈ ഋതുപ്രത ബാനർജിക്കോ അതിനുള്ള നേതൃത്വ പാഠവും അദ്ദേഹത്തിനുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത് നമുക്കറിയില്ല. അതിന് വരും ദിവസങ്ങളിലെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പോ ഇങ്ങനെ ഒരു ധ്രുവീകരണമാണ് ഇപ്പം വെസ്റ്റ് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ ഒരു BJP-യും ഈ പ്രതിപക്ഷവും തമ്മിലുള്ള ഈ പ്രതിപക്ഷം ഈ ഒരു മുസ്ലിം ജനവിഭാഗത്തെയും കൂടെ കൂട്ടിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നതാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തമായ ഒരു മതസ്പർദ്ധയിലൂടെ രണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ശക്തി പ്രാപിക്കാനുള്ള ഒരു സാധ്യതയും അവിടെ കാണുന്നുണ്ട്. അത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ഈ നേതാക്കൾ, പ്രാദേശിക നേതാക്കന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഗുണ്ടകൾ തന്നെയായിരുന്നു. അപ്പൊ ഈ ഗുണ്ടകളെയൊക്കെ വ്യാപകമായ തോതിൽ ഇപ്പം ഈ സുവേന്ദു അധികാരി സർക്കാർ ഇപ്പൊ പലരെയും അറസ്റ്റ് ചെയ്യുകയും ഈ ഗുണ്ടാ നേതാക്കളെ ഓരോ പ്രദേശങ്ങളിലും അല്ലെങ്കിൽ ഓരോ മണ്ഡലങ്ങളും ഭരിച്ചിരുന്ന ഗുണ്ടാ നേതാക്കളെ ഈ അർദ്ധനഗ്നരായ റോഡിൽ നടത്തിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇത്തരം അറസ്റ്റ് നടപടികളും അതോടൊപ്പം തന്നെ ആ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന നേതൃത്വമില്ലായ്മ, അവിടെ അടക്കി ഭരിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പൊ അവിടെ വന്ന് ഇനി എമർജി പുതിയ നേതൃത്വം എങ്ങനെയാണ്? കാര്യം ഇത്രയുള്ള ഗുണ്ടരാജിന്റെ കീഴിലൊന്നും മറ്റു നേതാക്കന്മാർക്കൊന്നും സാധ്യതയുള്ള കുറവാണ്. അവിടെ മറ്റൊരു ഗുണ്ടാ സ്വഭാവമുള്ള നേതാവിന്റെ ഉയർച്ചയായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം ഈ ഒരു ശക്തമായ പ്രതിപക്ഷത്തിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് വെസ്റ്റ് ബംഗാളിൽ അത് സാധ്യമാകും എന്നുള്ളൊരു വലിയ വിഷയമുണ്ട്. അവിടെയാണ് ഞാനൊന്ന് ഇടയ്ക്കിടപെടുകയാണ് സാർ. അതായത് സാർ, ഇനിയിപ്പോൾ മമതയുടെ റോൾ ഇനി എന്താകും? മമതയുടെ MP-മാർ ഈ INDA മുന്നണിയുടെ ഇപ്പോൾ നാളെയോ മറ്റോ INDA മുന്നണിക്ക് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഈ INDA മുന്നണിയിൽ ഈ MP-മാരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും? അപ്പോൾ ഈ പാർട്ടി പിരിച്ചു വിടുമ്പോൾ ഈ MP-മാർ എന്താകും, എന്തു ചെയ്യും? അതുപോലെ മമതയുടെ റോൾ ഇനി എന്തായിത്തീരും? മമത ഇപ്പം വളരെ സജീവമായിട്ട് INDA-യിലേക്ക് പോവുകയാണ്. കാരണം ഇപ്പം ബംഗാൾ രാഷ്ട്രീയത്തിൽ മമതയ്ക്ക് ഒരു ഒരു പിടിമുറുക്കം ഇല്ല എന്നുണ്ടെങ്കിൽ മമതയുടെ രാഷ്ട്രീയം അവിടെ കഴിയുകയാണ് ചെയ്യുന്നത്. കാരണം ഇനിയിപ്പം ഈ MP-മാരും അവരും ഈ പറഞ്ഞതുപോലെ അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളും അതേപോലൊപ്പം തന്നെ വെസ്റ്റ് ബംഗാളിൽ മാറി വരുന്ന രാഷ്ട്രീയ പരിസ്ഥിതി നോക്കിയിട്ട് ഈ MP-മാരും അവരുടേതായ നിലപാട് പ്രഖ്യാപിക്കത്തുള്ളൂ. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ള വരുന്ന ദിവസങ്ങളിൽ അറിയാൻ പറ്റും. പക്ഷെ ഈ ഇന്ത്യ മുന്നണിയിൽ ഇപ്പം മമതാ ബാനർജി അങ്ങോട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് മമത ഒരു ദുർബലയായ നേതാവായിട്ടാണ് ചെല്ലുന്നത്. മറിച്ച് കഴിഞ്ഞ ഏതാണ്ട് ഈ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ സമയത്തൊക്കെ ദേശീയ തലത്തിൽ തന്നെ ആവശ്യമുയർന്നിരുന്നു മമതയെ ഇതിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരണം, നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നൊക്കെ. കാരണം പല ദേശീയ നേതാക്കളും പറഞ്ഞു കോൺഗ്രസ് നേതൃസ്ഥാനത്ത് മാറിയിട്ട് മമതയാണ് കൊണ്ടുവരേണ്ടത്. പക്ഷെ ആ ഒരു അവസ്ഥ ഇന്ത്യ മുന്നണിയിൽ മമതാ ബാനർജിക്ക് ലഭിക്കത്തില്ല. കാരണം ബംഗാളിൽ പാർട്ടിയുടെ ഒരു പിൻബലമില്ലാതെ വരുന്നൊരു ഇന്ത്യ നേതാവിനെ അവിടെ കിട്ടിയിട്ട് കാര്യമില്ല. ഇപ്പൊ ഇന്ത്യ സഖ്യത്തിന് വെറും മമത എന്ന വ്യക്തിയെ കിട്ടിയിട്ട് കാര്യമില്ല. മറിച്ച് ബംഗാൾ രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള ഒരു നേതാവിനെയാണ്
ഇന്ത്യ മുന്നണിക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ മമതാ ബാനർജിക്ക് ഈ ഇന്ത്യ മുന്നണിയിൽ എത്രമാത്രം സ്വാധീനവും സാന്നിധ്യവും അതല്ലെങ്കിൽ നേതൃപരമായ പങ്കും ഉണ്ടാവും എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ എം പിമാർ ഇനി എടുക്കുന്ന നിലപാടാണ് വളരെ പ്രസക്തം. അതുകൊണ്ട് ഭാഗമായിട്ടാണ് ഈ എം പിമാരെ ഏത് രീതിയിൽ അവര് കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ നിയമസഭാ സ്പീക്കറെയും അതോടൊപ്പം തന്നെ സുവേന്ദു അധികാരിയെയും ഒക്കെ BJP നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഇനി എത്ര ശതമാനം ആൾക്കാരിനി ചിലപ്പം ഏതെങ്കിലും ഒരു വിഭാഗം എം പിമാരുടെ കൂട്ടത്തോടെ ഇനി BJPയിലേക്ക് മാറാൻ സാധ്യതയുണ്ടോ, അതോ ഇനി പുതിയ തൃണമൂൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് എങ്ങനെയായിരിക്കും? കാരണം ഈ ഋതുപർണ ബാനർജിക്ക് BJPയുടെ ബംഗാൾ BJP സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോ അതിന് ചില സാധ്യതയും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിലായിരിക്കും ഈ പറയുന്ന BJPയുടെ സജീവമായ ഇടപെടൽ ഇതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയായിരിക്കും അത് ഉരുത്തിരിഞ്ഞ് വരിക എന്നുള്ളതൊന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ മുസ്ലിം ഈ പ്രാതിനിധ്യത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷമായിട്ടായിരിക്കും ഇനി ഒരു പ്രതിപക്ഷം അവിടെ ഉയർന്നു വരിക. അതിന് വിദഗ്ധമായിട്ട് ഈ ഒരു തൃണമൂൽ കോൺഗ്രസിന് ഋതുപർണ ബാനർജിക്കുള്ള തൃണമൂൽ കോൺഗ്രസ് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ള കാര്യവും സംശയമാണ്. കാരണം തൃണമൂൽ കോൺഗ്രസിന്റെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു പുതിയ പാർട്ടിക്കോ അതല്ലെങ്കിൽ ഒരു പുതിയ സമീപനമുള്ള ഒരു മുന്നണിക്കോ ഒക്കെ ആയിരിക്കും ഇനി പശ്ചിമ ബംഗാളിൽ സാധ്യത ഉണ്ടായി വരിക. അതൊക്കെ നമുക്കിനി വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഒരു ധ്രുവീകരണം, ആ ധ്രുവീകരണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് മതവും മാറുന്നുണ്ട്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ ഒരു മതത്തിന്റെ പേരിലുള്ള ഒരു വിഭജനത്തോടു കൂടിയുള്ള ഒരു സാന്നിധ്യം ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ അത് പ്രബലമാവുകയും അത് അത്ര സുഖകരമല്ലാത്ത ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തെ വെസ്റ്റ് ബംഗാളിൽ സൃഷ്ടിക്കുകയും ചെയ്യും എന്നുള്ളതും യാഥാർത്ഥ്യം. സാർ, അപ്പോൾ ഒന്നുകൂടെ ചോദിച്ചോട്ടെ സാർ, അതായത് ഇത് ഒരു BJPയുടെ ഒരു തന്ത്രമായിരുന്നില്ലേ? BJP ഇങ്ങനെ സ്വയം അങ്ങ് നശിച്ച് തീരട്ടെ ഇവർ എന്ന് കരുതിയുള്ള BJPയുടെ ആ ചടുലമായ നീക്കം, BJPയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള നീക്കം, ആ നീക്കത്തിൽ ആ BJP ബുദ്ധിയിൽ ഇവർ തീർന്നു, അല്ലെങ്കിൽ നാമാവശേഷമായി BJPയുടെ കളി തന്നെ ആയിരുന്നു ഇത് എന്നുള്ളത് കൂടി നമുക്കത് കൂട്ടിച്ചേർത്ത് പറയാൻ പറ്റുമോ സാർ? അതുകൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സംസാരം അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും ഇപ്പൊ ഈ ഋതുപർണ ബാനർജിയുടെ പിന്നിൽ BJP തന്നെയാണ്, BJP നേതൃത്വം തന്നെയാണ് ഉള്ളതെന്നുള്ള വ്യാപകമായ രീതിയിലുള്ള പ്രചാരണങ്ങളുണ്ട്. അതിനകത്ത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം BJPയുടെ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. ഉദാഹരണത്തിന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്ന ഒരു പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ഈ ബംഗ്ലാദേശ് കുടിയേറ്റക്കാരുണ്ടെങ്കിൽ ബാഗ് തരായിക്കുള്ള പോക്കാവുന്നുള്ളത്. അപ്പൊ ഏതാണ്ട് ആ ഒരവസ്ഥയിലേക്ക് ബംഗാളിന്റെ അവസ്ഥ മാറുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും BJP ഇതിനകത്ത് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സുവേന്ദു അധികാരിയെയും സ്പീക്കറെയും ഡൽഹിക്ക് ഇപ്പൊ BJP വിളിച്ചിരിക്കുന്നത്, നേതൃത്വം വിളിച്ചിരിക്കുന്നത്. കാരണം MP എങ്ങനെയാണ് ഏത് നിലപാടെടുക്കുന്നത്, ഏത് സമീപനത്തിലൂടെ ആയിരിക്കും മുമ്പോട്ട് പോവുക എന്നൊക്കെ ഉള്ളത് വളരെ നിർണായകമായ സംഗതികളാണ്. അപ്പൊ ഇന്നിപ്പോ ബുധനാഴ്ച 3 മണിയാകാറായി. അപ്പൊ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ്. അപ്പോ ഈ വരുന്ന നിമിഷങ്ങൾ, അതായത് മിനിറ്റുകളും മണിക്കൂറുകളും ഒക്കെ പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പം ദില്ലി കേന്ദ്രീകരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. MP നിലപാടിൽ മാറ്റം ഉണ്ടാവും. അവരേത് നിലപാട് സ്വീകരിക്കുന്നു, അപ്പൊ ആരാണ് ഇനി നേതൃത്വത്തിലേക്ക് വരിക? ഇപ്പൊ സംസ്ഥാനത്താണെങ്കിൽ ഋതുപർണ ബാനർജിയാണ്. അതോ ഇനി മറ്റാരെങ്കിലും ദില്ലി MP നിന്ന് നേതൃസ്ഥാനത്തേക്ക് വരുമോ? അങ്ങനെ വന്നിട്ട് ഒരു പുതിയ മമത ഇല്ലാത്ത ഒരു തൃണമൂൽ കോൺഗ്രസിന് അവിടെ രൂപം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമുക്കിനി വരും ദിവസങ്ങളിൽ, ഇനി വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലും നമുക്ക് കാത്തിരുന്ന് കാണാൻ കഴിയും. താങ്ക് യു സാർ, നന്ദി.